സമസ്ത എ.പി. വിഭാഗം മുസ്ലിം സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ല എന്ന് വിമർശനം. താലിബാൻ നയം പിന്തുടരുന്ന എ.പി. വിഭാഗത്തിന് സംസ്ഥാന സർക്കാർ പിന്തുണ നൽകുന്നതായും സാവിയത്ത് സൂഫിയ എന്ന സംഘടന ആരോപിച്ചു. ഇതിന്റെ വിവരങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ തേടണം. ദിസ്ന സുരേഷാണ് കോഴിക്കോട് നിന്നും ചേരേണ്ടത്. വാർത്ത ഇതാണ്: സമസ്ത എ.പി. വിഭാഗം മുസ്ലിം സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ആ പരാതി നൽകിയ ദിവസങ്ങളായിട്ടും പോലീസ് കേസെടുക്കുന്നില്ല എന്നൊരു ആരോപണമുണ്ട്. പരിശോധിക്കാം എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല. ദിസ്ന, പോലീസ് കേസെടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം പിന്നീട് ഉന്നയിക്കപ്പെട്ടോ? വിവരങ്ങൾ എന്താണ്? തീർച്ചയായും വീണ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സാഫിയത്ത് സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം അടക്കമുള്ള പരിപാടികൾ നടത്തിയിരുന്നു. കോഴിക്കോട് വെച്ച് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമം ഉണ്ടായത്. ഈ സംഗമത്തിലടക്കം പോലീസ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഇവർ ഉന്നയിച്ചിരുന്നു. പ്രധാനമായും ഉയർന്നു വരുന്നത് ഈ നേതാക്കൾ ഇവരുടെ കുടുംബത്തിലെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടക്കമുള്ള ചിത്രങ്ങൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് എന്നൊരു ആരോപണം ഉയർന്നു വരുന്നു. നമ്മൾ കണ്ടതാണ് നിഖാബ് ധരിക്കാത്തതിന്റെ പേരിൽ യുവതിയെ ക്രൂരമായി വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, അവരുടെ കുടുംബത്തിന്റെ സ്വകാര്യമായ നിമിഷങ്ങളിൽ അവർ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അവരുടെ ദൃശ്യങ്ങളൊക്കെ തന്നെയും പകർത്തി വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കുകയും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ കുളു മണാലിയിലേക്ക് യാത്ര ചെയ്ത ആ ഉമ്മയുടെ അവസ്ഥയും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ, സംഘടനാപരമായ വിഷയങ്ങൾ വലിച്ചിഴച്ച അവരുടെ കുടുംബത്തെയും വലിയ രീതിയിൽ അപമാനിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു ആരോപണം തന്നെയാണ് നിലവിൽ ഉയർന്നു വരുന്നത്. എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് പ്രചരിപ്പിച്ചത്, ഈ ഗ്രൂപ്പിന്റെ അഡ്മിനെ അടക്കം ഇവർ കൃത്യമായ തെളിവുകൾ നിരത്തിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നടപടി എടുക്കാതെ പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് പോകുവാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഈ പ്രതിഷേധ സംഗമത്തിലടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ പോലീസ് എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് സംബന്ധിച്ച് വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയായിരുന്നു. നമുക്കറിയാം, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇത്തരത്തിൽ കുടുംബങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ച്, സ്ത്രീകളെയൊക്കെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. അത് എത്രത്തോളം മാനസികമായ വിഷമങ്ങൾ അവർക്കുണ്ടാക്കുന്നു എന്നൊരു ചോദ്യം തന്നെയാണ് നിലവിൽ ഉയർന്നു വരുന്നത്. എന്തായാലും ശക്തമായ നടപടി സ്വീകരിക്കണം എന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. വീണ, ഓക്കെ, ശരി ദിസ്ന വിവരങ്ങൾ നൽകുകയായിരുന്നു.